എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? ഇന്ന് നല്ലൊരു കുക്കിയുടെ റെസിപ്പിയാണേ. ആപ്പിൾ പൈ കുക്കി. നല്ല ടേസ്റ്റുള്ള കുക്കിയാണേ. വേണ്ട ആപ്പിളിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ച് നന്നാ പുറമെ നല്ല ക്രഞ്ചിനെസ് ആണ്, ഉള്ളിൽ കണ്ട നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ. അടിപൊളി ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, അത്രയും അടിപൊളിയാണ്. മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 1/2 കപ്പ് അൺസാൾട്ടഡ് ബട്ടറാണ് ചേർത്തി കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് ഷുഗറും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വിസ്ക് ചെയ്തെടുക്കാം. ഇതാ നമ്മളെ ഷുഗറും ബട്ടറും നന്നായിട്ട് വിസ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു മീഡിയം സൈസ് ആപ്പിൾ കട്ട് ചെയ്ത് വെച്ചാണ്, ഡൈസ് ചെയ്ത് വെച്ചാണ്, ഇതുപോലുള്ള ഒരു ആപ്പിൾ കേട്ടോ. അത് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചാണ്, സീഡ്സൊക്കെ പോക്കിയിട്ട് ഇതും ഇതിനോടൊന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. നമ്മൾ എഗ്ഗൊന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതിൽ. ഇനി നമുക്ക് ഇതിലോട്ട് ഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദ കേട്ടോ, ഒരു 3/4 കപ്പ് ഉണ്ട്. 3/4 കപ്പ് മൈദ. അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. അതേപോലെ 1/4 ടീസ്പൂണ് 1/4 ടീസ്പൂണ് ഉപ്പും. ഇത് ചേർത്തിട്ട് നമുക്ക് മെല്ലെ ഫോൾഡ് ചെയ്ത് ഇതിൽ യോജിപ്പിച്ചെടുക്കേ. ഒരുമിച്ച് പിടിച്ച് ഹാർഡ്ലി കുഴച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ കുക്കീസ് ശരിയാവില്ല. മെല്ലെ യോജിപ്പിച്ചെടുക്കണേ ഫോൾഡ് ചെയ്തിട്ട്. അപ്പോൾ ഇതാ കണ്ടോ, നമ്മളെ ഫ്ലോറൊക്കെ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പെട്ടെന്ന് യോജിച്ച് കിട്ടും കണ്ടോ. അപ്പോൾ നമ്മളെ കുക്കീസിൻ്റെ ഡോ ഇവിടെ റെഡിയാണ്. ഇതൊന്ന് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് സെറ്റാവും, അതിന് വേണ്ടിയിട്ടാണ് കണ്ടോ. ഇനി നമ്മൾ വേറൊരു ബൗളിൽ ഒരു 3 ടേബിൾ സ്പൂണ് ഷുഗർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് നല്ല വലിയ തരിയുള്ളതല്ല, ചെറിയ ഫൈൻ തരിയായിട്ടുള്ള ഷുഗറാണ്, എന്നാൽ പൗഡറല്ലാണ്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മൾ സിനമൺ പട്ട പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണ്ടേ. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് നമ്മളെ കുക്കിയിലെ ഒന്ന് ഇതിൽ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. പട്ടൻ്റെ ഫ്ലേവർ അത്ര ഇഷ്ടമില്ലാത്തവർക്ക് 1/4 ടീസ്പൂൺ ഇട്ടാൽ മതിയേ. ഇപ്പം ഇതൊരു മീഡിയമാണ്, നല്ലോണം വേണ്ടിയവർക്ക് ഒരു 3/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഓക്കെ, 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്നൊന്ന് സെറ്റായി വിടണ്ടേ. അതേപോലെ സിനമൺ ഷുഗറും ഉണ്ട്. അതുപോലെ ഞാനൊരു ട്രേ ബട്ടറൊക്കെ ഗ്രീസ് ചെയ്തിട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്ന് ചെറിയ ഓരോ ബോൾസ് എടുത്തിട്ട് ഇതുപോലെ ഒരു അത്യാവശ്യം വലുപ്പമുള്ളൊരു ലെമൺ സൈസ്. എന്നിട്ട് നമുക്ക് ഈ ഷുഗറിലൊന്ന് കൊട്ട് ചെയ്തെടുക്കാം, സിനമൺ ഷുഗറിൽ. അപ്പം ഈ ഷുഗർ പുറമെന്ന് എന്ത് ചെയ്യുന്നറിയോ, നല്ലൊരു ക്രിസ്പി ഔട്ടർ കൊടുക്കുക നമ്മൾ കുക്കീസിന്. എന്നിട്ട് നമ്മൾ ബട്ടർ ഗ്രീസ് ചെയ്ത ട്രേയിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ. ഇതുപോലെ ഒരു 6 എണ്ണ നമുക്ക് ഇതിൽ വെക്കാൻ പറ്റുള്ളൂ. കാരണം അത് പിന്നെ നമ്മൾ ബേക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ വലുതാവുമല്ലോ. അങ്ങനെ എല്ലാം വെക്കട്ടെ. ഇതാ നമ്മളെ എല്ലാ കുക്കി ഡോ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് 10 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ 160 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 15 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കേ. അപ്പം നമ്മുടെ ആപ്പിൾ പൈ കുക്കീസ് ഇവിടെ റെഡിയാണ്. കണ്ടോ, നല്ല അടിപൊളി, നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. പുറം കണ്ടോ ഇതാ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിളാണ്. ചിലപ്പോൾ നിങ്ങൾ ഓരോ ഓവൻ അനുസരിച്ച് ഞാൻ 160, ചില ഓവനിൽ 170 വേണ്ടി വരും. അത് നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി കേട്ടോ. കാരണം 160 വെച്ചിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ ഒരു 3 മിനിറ്റ് കൂടെ നോക്കിയിട്ട് ചെയ്താൽ മതിയേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.